ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മെഹനു ചാനൽ. അപ്പം ഇന്ന് നമ്മളെ കൂടെ വ്ളോഗിൽ നമ്മുടെ ഉമ്മാവും കൂടി ഉണ്ട്. അല്ലേ ഉമ്മ, എന്താ വിശേഷം? സബ്സ്ക്രൈബറിൽ ചോദിക്കുന്നുണ്ട്, ഉമ്മ എവിടെ, ഉമ്മാനെ കാണില്ലേ, എന്നെ പുരക്കുന്ന് പുറത്താക്കി എന്നൊക്കെയാണ് പറയണുമ്മ. എന്താണ് ഈ മറുപടി കൊടുക്കാനുള്ളത്? മക്കളെ പുറത്താക്കാൻ കഴിയില്ലപ്പാ. അങ്ങനെയല്ല, അതായത് അവർ പറയണത് അവർ കേട്ടേക്കണതാണ് അവർ പറഞ്ഞേക്കണെന്നാ പറഞ്ഞത്. അപ്പം ജനങ്ങളിപ്പോൾ പറയണേ എന്നെ വീട്ടിൽ നിന്ന് പുറത്താക്കി, അങ്ങനെ ഇങ്ങനെയല്ല, ഞാൻ മനഃപൂർവ്വം ഓരോ ട്രാവൽ ചെയ്ത് നടക്കുന്നതല്ലേ. അപ്പം എന്നെ ആരും പുറത്താക്കിയല്ല, നിങ്ങൾ കേട്ടേക്കണേ, അവർ കേട്ടേക്കണേ റോങ് ഇൻഫർമേഷൻ അല്ലേന്ന് ഞാൻ ചോദിക്കുന്നത്. അതെ സെക്കൻഡ് നിങ്ങൾക്ക് പുറത്താക്കുന്നവരുണ്ട് ഇഷ്ടം പോലെ. ഇന്ന് സോഷ്യൽ മീഡിയ ഇപ്പോഴാണ് ഈ സത്യം പറഞ്ഞ ലോകം കണ്ടറിയുന്നത് അല്ലേ. നമുക്ക് ഇതിന്റെ നമുക്കിന്ന് പുറത്ത് സത്യം പറഞ്ഞ പുറത്ത് നമ്മൾ അറിയുന്നത് ഇപ്പോഴാണ്. സത്യം പറഞ്ഞെങ്കിൽ ഷോക്കായി പോകുന്ന ഒരുപാട് കാര്യങ്ങൾ മനുഷ്യന്മാരൊക്കെ ഉണ്ട് ഈ ദുനിയാവിൽ എന്നൊക്കെ പിന്നീട് മനസ്സിലായി വരുന്നുണ്ട്. ഇന്നത്തെ കാലത്ത് അങ്ങനെ വേറൊരാളെ ഇഷ്ടപ്പെടുമ്പോൾ മക്കളെ കൊന്നിട്ട് പോന്ന്, അങ്ങനെ പോന്ന്, ഇങ്ങനെ പോന്ന്, അതൊന്നും നമുക്ക് അല്ലാ, ലോകാവസാനത്തിന്റെ ഒരു അടയാളം മനുഷ്യന്മാരുടെ സ്വാസ്ഥ്യത. ഇങ്ങനത്തെ ഉഷാറില്ലാത്ത ഒന്നും ഉമ്മാക്ക് സുഖമില്ല. ഒന്നാമത്തെ കാര്യം, ഉമ്മാക്ക് തീരെ വയ്യ, കുറേ പ്രശ്നങ്ങളുണ്ട്, ഹെൽത്ത് ഇഷ്യൂസ് ഒരുപാടുണ്ട്. സോ എന്താ പറയുക, ഇന്നലെയൊക്കെ ഹോസ്പിറ്റലായിരുന്നു. ഉമ്മാക്ക് തീരെ അതാണ് ഊർജ്ജമില്ലാത്ത. അല്ലെങ്കിൽ ഉമ്മ നല്ല രീതിക്ക് ആക്റ്റീവാകുന്നൊരു ഉമ്മാക്ക് ഒന്നാമത് സുഖമില്ലാത്തതുകൊണ്ട് നിങ്ങളെല്ലാവരും ദ്വാരിക്കുക ഗായ്സ്, എല്ലാവരും ദ്വാരിക്കുക ഉമ്മാൻ്റെ ഹെൽത്ത് ഒന്ന് റെഡി ആവാൻ. ഇപ്പോഴും പറയുന്നില്ല അല്ലേ. അതന്നെ, നമ്മളെന്തിനാ രോഗങ്ങളൊക്കെ പറഞ്ഞ് എല്ലാവരും ടെൻഷനാക്കി. വേറെന്തമ്മ, ഇന്നവിടെ പോകുന്നത് ഇന്ന് നമ്മളെ അടിച്ചു പൊളിക്കാൻ പോവുകയാണ്. എവിടെ അറിയോ? എവിടെ? ടൗണിൽ എവിടെ? ആ സ്ഥലത്തിന്റെ പേരൊന്നും അറിയില്ല. നമ്മൾ ജസ്റ്റ് ഒന്ന് പോയിട്ട് അവിടുന്ന് ഇങ്ങനെ കറങ്ങി ഫുഡൊക്കെ കഴിച്ച് എന്തൊക്കെയാണ് അവിടെ ഉള്ളത് ഐറ്റംസ് എന്നൊക്കെ കണ്ട് ഫുള്ള് ആടുന്ന് കളിച്ച് ആടെ നമുക്ക് കാണാം ഇൻഷാ അല്ലാ. അപ്പൊ അവിടെ എത്തിയിട്ട് കാണാം. ഉമ്മ ഇവിടെ എന്ത് മള്ള് ഉപ്പ പറഞ്ഞ സ്ഥലം ഇതാണാ? എല്ലാ ഷട്ടർ അടിച്ചിട്ടുണ്ട്, ഒരു ബസ്സും ഇല്ല ഇവിടെ. ഇങ്ങനെ പറ്റിച്ചിട്ട് എന്നെ കൊണ്ടുവന്നിട്ട് നാണം കെടുത്താൻ വേണ്ടിട്ട് അത് പോണെന്ന് പോലും. ഏടത്തേക്ക് പോണ്ട് പറ. എന്ത് ഇതേ ആ ഷട്ടർ എന്ത് പൊന്തിക്കാൻ പോന്നേയല്ല താത്താൻ പോന്നേ? ഇത് എന്ത് ചോദിക്കണ്ടേ? ഉപ്പ പറഞ്ഞു പോലും എന്തോ അടിപൊളി സംഭവം, ഭയങ്കര തിന്നാനൊക്കെയുള്ള കുറേ എന്തോ പരിപാടി സംഭവം ഉണ്ടെന്ന് പറഞ്ഞിട്ട് വന്ന് ഇവിടെ വന്നിട്ട് സ്ഥലം ഇതന്നെയാ? കൺഫേം ആണോ? അത് എന്നോടാ ചോദിക്കുന്നത്, എനിക്കറിയില്ല. നമുക്ക് നോക്കാം, അങ്ങോട്ട് പോയേക്കുന്നവ. ലൊക്കേഷൻ തെറ്റിയിട്ടൊന്നുമില്ല, സംഭവം കറക്റ്റ് തന്നെ. ഫസ്റ്റ് വന്നപ്പോൾ ഒന്ന് പ്ലിങ് ആയി, അത്ര തന്നെ. ഇതിൽ തായ്ലയിൽ പോകണം എന്ന് പറഞ്ഞിട്ട് ആരോ കാണിച്ചെന്ന്, നോക്കട്ടെ കേട്ടാ. താഴെ പോയിട്ട് എടുത്തേക്ക് പോണ്ടേ? നല്ല അടിപൊളി ബ്യൂട്ടി പാർലർ ഉണ്ട്. നീ ആണ് ഉപ്പ വലിയ ഹൈപ്പും കൊടുത്തിട്ട് പറഞ്ഞ ആ ഒരു ഷോപ്പ് ഇതന്നെയല്ലേ മാ? കൺഫേം അല്ലേ? ഇതാണ് ഉപ്പ ഹൈപ്പ് കയറ്റിയ സാധനം. ഓക്കെ വാ ഗൈസ്, നമ്മൾ ആ നേരത്തെ കാണിച്ച കടയിൽ കയറിയിട്ട് നമ്മളവിടുന്ന് ഷവർമ, പ്ലേറ്റ് ഷവർമ ഓർഡർ ചെയ്ത്, അങ്ങനെ ഉമ്മാക്ക് എന്തൊക്കെയാണോ ഇഷ്ടം അതൊക്കെ നമ്മൾ ഓർഡർ ചെയ്ത്. പക്ഷേ ഞാൻ അവിടുന്ന് വീഡിയോ എടുക്കാത്തതും വീഡിയോ എടുക്കാൻ പറ്റാഞ്ഞതൊക്കെ ഒരുത്തന് പേടിയൊന്നുമില്ല. ആ പൂച്ചേനെ പിടിക്കാൻ വേണ്ടിയിട്ട് അവന് ആ പൂച്ചേനെ പിടിക്കാൻ വേണ്ടിയിട്ടാണ് ഈ കളിയെല്ലാം കളിക്കുന്നത്, അഹങ്കാരം മൊത്തം. പാവം പൂച്ച. എന്തേ നിങ്ങൾക്കെല്ലാം അതിനെ പിടിക്കണമായിരിക്കും അല്ലേ? ഓക്കെ, നമുക്ക് കാര്യത്തിലേക്ക് പോവാം. ഷവർമക്ക് ഓർഡർ ചെയ്തതിന് ശേഷം പിന്നെ നല്ല ചൂടായിരുന്നു. ചൂടെന്ന് പറഞ്ഞാൽ വെയിൽ നേരെ മുഖത്തേക്ക് അടിക്കുന്ന ആ ഒരു എന്താ പറയുക, അങ്ങനത്തെ ഒരു സിറ്റുവേഷൻ ആയതുകൊണ്ട് എനിക്ക് ആകെ മൂഡ് പോയി. പെട്ടെന്ന് വീഡിയോ എടുക്കാനോ ആ ഉള്ളൊരു ഇതുണ്ടായില്ല. സോ ഞാൻ ബാക്കിയുള്ള നമ്മൾ ഫുഡ് കഴിക്കണതും ഒന്നും എടുത്തിട്ടില്ല വീഡിയോ. ഒന്നാമത് ഞാൻ ചൂടെടുത്തിൽ വിസർത്ത് ഒഴുകായിരുന്നു. അപ്പോൾ ഒന്നാമത് ഇപ്പോൾ ക്രീമൊക്കെ തേക്കാൻ തുടങ്ങിയതുകൊണ്ട് തന്നെ ആകെ ഒലിക്കുകയാണ് എന്നെ മുഖത്തേക്ക്. അപ്പം ഞാൻ എന്ത് ചെയ്ത് ആടുന്ന് നേരെ വേഗം എങ്ങനെയല്ലോ കഴിച്ച് വേഗം ഇറങ്ങി നേരെ ഇതേ പാർക്കിലേക്ക് എത്തി. പാർക്കിലേക്ക് ഉമ്മ ഇങ്ങനെ കറങ്ങുന്നുണ്ട്. ഞാൻ എഡിറ്റ് ചെയ്യാണ്ടെന്ന് വിചാരിച്ചിട്ട് പിന്നെ കണ്ടിന്യൂ ആക്കാൻ വേണ്ടിയിട്ട് ഉമ്മ അതേ വരുന്നുണ്ട്. ഹേയ്
ഏടെ പോന്നു മുതലാളി വാ വാ. ഞാൻ വിളിച്ചെന്താ അറിയോ, ആ വ്ളോഗിന്റെ ബാക്കി കണ്ടിന്യൂ എടുത്താലോ? ആൽബം നട്ടി നടന്നിട്ടായിരുന്നു. സുന്ദരി കുട്ടി, സുന്ദര വാവ. അപ്പോൾ പിന്നെ ഞാൻ ഏകദേശം പറഞ്ഞിട്ടായിരുന്നു. പിന്നെ ഒന്നാമത് നിങ്ങൾ ഇങ്ങനെ നടന്നോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ എന്താ പറയുക ഒറ്റ കോൾ സ്റ്റോപ്പ് ചെയ്തത്. ഞാൻ ബാക്കിയുള്ളത് ഞാൻ പറഞ്ഞിട്ടുണ്ട്. എന്താണ് ഉമ്മാക്ക് പറയാനുള്ളത്? അതായത് നമ്മൾ അവിടെ നിന്ന് ഫുഡ് കഴിച്ച് അതെല്ലാം കഴിഞ്ഞിട്ട് ചൂടായതുകൊണ്ട് ബാക്കിയുള്ള കണ്ടിന്യൂ വീഡിയോ എടുത്തിട്ടില്ല. സോ അതൊക്കെ ഞാൻ പറഞ്ഞു. ഇനിയിപ്പം ഉമ്മ ഈ വിശാലകമായ ഈ ഒരു സ്ഥലത്ത് ഫുള്ളായിട്ട് നമ്മൾ സ്ഥിരം ഉമ്മ റെസ്റ്റ് എടുക്കാനും മൈൻഡ് റിഫ്രഷ് ചെയ്യാനും അതേപോലെ തന്നെ എന്താ പറയുക ഉമ്മ ഒന്ന് ഹെൽത്തി, അതായത് ഉമ്മക്ക് എന്തെങ്കിലും ടെൻഷൻ വരുമ്പോഴോ അല്ലെങ്കിൽ വിഷമം വരുമ്പോഴോ ഒക്കെ ഉമ്മ ഈ സ്ഥലത്ത് 2-3 റൗണ്ട് അങ്ങോട്ട് നടക്കും. അപ്പോൾ എല്ലാം ക്ലിയർ ആവും അല്ലേ? കടലും പിന്നെ കടപ്പുറം ആണെങ്കിൽ എൻ്റെ അപ്പുറം തൊട്ടപ്പുറം കടപ്പുറം ഊഞ്ഞാലാടും. അപ്പോൾ ഇൻഷാല്ലാ ഉമ്മ ഊഞ്ഞാലാടിക്കോ, എൻജോയ് ആയിക്കോ, നടന്നോ ആരോഗ്യം നിലനിർത്തട്ടെ. മാഷാ അല്ലാ. അപ്പം നമ്മൾ വീഡിയോ തീർച്ചയായിട്ടും വൈൻഡപ്പ് ചെയ്യാണ് ഗൈസ്. അപ്പം നമ്മൾ അടുത്ത വീഡിയോയിൽ വരുന്നവരേക്കും ബൈ. അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് ഉമ്മാൻ്റെ കുറേ ഫോട്ടോസും വീഡിയോസൊക്കെ എടുത്ത് അതേപോലെ തന്നെ എൻ്റെ ഫോട്ടോസും ഉമ്മ എടുത്തെന്ന് അങ്ങനെ നമ്മൾ ഇവിടെ 5 ആക്കി. ലാസ്റ്റ് ഇതേ ഇരുടായി ഏകദേശം. അങ്ങനെ നമ്മളിതേ തിരിച്ച് വീട്ടിലേക്ക് പോകാൻ പോവുകയാണ്.